നമസ്കാരം. ഹണി റോസിന്റെ പരാതിയും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും ഒക്കെയായി കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ നിറയെ സംസാരം ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചാണ്. സാധാരണ ഒരു വ്യവസായിക്ക് കിട്ടുന്ന ശ്രദ്ധയല്ല ബോബിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സിനിമാ താരങ്ങൾക്കൊക്കെ ലഭിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ലഭിക്കുന്നത്. ബോച്ചെ എന്ന സ്വയം ബ്രാൻഡായി മാറിയ ബോബിക്ക് ആരാധകരും ഏറെയുണ്ട്. അടിമുടി വ്യത്യസ്തനാണ് ബോച്ചെ. വസ്ത്രധാരണത്തിൽ പോലും ഒരു ബോബി ചെമ്മണ്ണൂർ സ്റ്റൈൽ കാണാൻ സാധിക്കും. കോട്ടും സ്യൂട്ടും ധരിച്ചല്ല ബോബി എത്താറുള്ളത്, വെള്ള വസ്ത്രം ധരിച്ചാണ്. ചട്ടയും മുണ്ടുമായി സാമ്യമുള്ള വസ്ത്രമാണ് ബോബി ധരിക്കാറുള്ളത്. ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ സ്റ്റൈൽ ആയി മാറുകയായിരുന്നു. വർഷങ്ങളായി ഈ വേഷത്തിൽ ആണ് ബോബിയെ കാണാറുള്ളത്. ഹണി റോസ് നൽകിയ പരാതിയിൽ ജയിലിൽ പോയപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ തമാശകളും ട്രോളുകളും പരിഹാസങ്ങളും ജയിലിൽ ആയാലും ബോച്ചയ്ക്ക് വസ്ത്രം മാറണ്ടല്ലോ എന്നാണ്. വെള്ള വസ്ത്രം ധരിക്കാനുള്ള കാരണം എന്താണെന്ന് ബോബി ചെമ്മണ്ണൂർ തന്നെ പണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളവസ്ത്രം ധരിക്കുന്നത് തന്റെ ആത്മീയ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് ബോബി പറഞ്ഞത്. മാത്രമല്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ആത്മീയ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ലഭിച്ചിരുന്നതായും ബോബി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ ഗാന്ധിജി പോലും തല കുനിച്ചു പോകും. ബോബിയുടെ വെള്ള വസ്ത്രം മാത്രമല്ല ശ്രദ്ധേയം, നീളൻ മുടിയും തലയിൽ ബോച്ചെ എന്ന് എഴുതിയ ഒരു കറുത്ത ബാൻഡും ഉണ്ട്. അതിൽ തന്നെ ബ്രാൻഡ് നെയിമും ഉണ്ട്. അവിടെ നിന്ന് മനസ്സിലാക്കാം വ്യത്യസ്തതയിലൂടെ എങ്ങനെ തനിക്ക് ആരാധകരെ കൂട്ടാമെന്ന് ബോബിക്ക് നല്ലോണം അറിയാം. ഇതിനൊപ്പം തന്നെ കൂളിംഗ് ഗ്ലാസും ബോച്ചെ ധരിക്കാറുണ്ട്. എപ്പോഴും സിമ്പിൾ ലുക്കിലാണ് ബോച്ചെ പരിപാടികളിൽ എത്താറുള്ളത്. വില കൂടിയ വാച്ചുകളോ ആഭരണങ്ങളോ ധരിച്ച് കാണാറില്ല. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഈ സിമ്പിൾ ലൈഫ് സ്റ്റൈലിലും ഫാൻസ് ഒരുപാടുണ്ട്. ബോച്ചയ്ക്ക് വേണമെങ്കിൽ സ്വർണത്തിൽ മൂടാം, എന്നിട്ടും എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം നടക്കുന്നത് എന്നാണ് ബോച്ചെ ഫാൻസ് പറയുന്നത്. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതേസമയം ഇനിയും ഉദ്ഘാടനങ്ങൾക്കായി സെലിബ്രിറ്റികളെ വിളിക്കുമെന്ന് ബോബി പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിംഗും സെയിൽ പ്രൊമോഷനുമാണ് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നത്. അത് അവരോട് പറയാറുമുണ്ട്. അത് വിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നും തനിക്കില്ല എന്നും ബോബി പറഞ്ഞിരുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബോബി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഔട്ട്ലുക്കും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം.